ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുളികയുടെ കാര്യം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അർച്ചന പറഞ്ഞിരുന്നു. ഞാനത് മറന്നുപോയി. ഇപ്പൊ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. അനക്കേ, അനക്കേ, ആ എന്താ ചേച്ചി? അച്ഛന് വൈകുന്നേരം കൊടുക്കേണ്ട മരുന്ന് ഏതൊക്കെയാന്ന് നിനക്കറിയോ? ഇല്ല, എനിക്കറിയില്ല. നീ ഒരു കാര്യം ചെയ്, നീ അർച്ചനെ ഒന്ന് വിളിച്ചു ചോദിക്ക അത് എവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ ഇപ്പോഴും അർച്ചനേട്ടത്തിൽ തന്നെ വേണം അല്ലേ? നിന്ന് കിന്നാരം പറയാതെ നീ അർച്ചനെ ഒന്ന് വിളിക്ക. ഞാൻ വിളിക്കില്ല. ഇതിന്റെ എല്ലാ ആണികല് ചേച്ചി തന്നെയല്ലേ? അപ്പൊ പിന്നെ ചേച്ചി തന്നെ വിളിച്ച് ചോദിക്ക്. എന്നെ കൊണ്ട് വയ്യ വിളിക്കാൻ. മോളെ, മരുന്ന് തെറ്റിപ്പോയാൽ അതും പ്രശ്നമാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു പിടിയില്ലല്ലോ. മരുന്നെങ്ങാനും മാറിക്കൊടുത്ത് ഈ കിളവൻ ചത്തുപോയാ അത് അതിലും കുഴപ്പമാവും. ഈ ഒരു തവണ അവൾക്ക് മുന്നിൽ തോറ്റുപോയാലും വേണ്ടില്ല, അവളോട് തന്നെ വിളിച്ചു വയ്ക്കാം. ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ ഹലോ അർച്ചനെ, നിനക്കവിടെ സുഖമല്ലേ? എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വിളിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചതാണോ? എന്റെ കാര്യത്തിനൊന്നും അല്ല. എന്റെ കാര്യത്തിന് ഞാൻ നിന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതിപ്പോ അച്ഛന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അച്ഛന്റെ എന്ത് കാര്യം? അച്ഛൻ എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. അച്ഛന്റെ മരുന്നൊക്കെ എടുത്തു കൊടുത്തിരുന്നത് നീയാണല്ലോ. രാത്രി കൊടുക്കേണ്ട മരുന്ന് ഏതാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, അത് ശരി. അച്ഛൻ ഇത്രയും പ്രിയപ്പെട്ട ആളായിരുന്നിട്ടും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. നീ വലിയ ജാടയൊന്നും കാണിക്കണ്ട. ഞാൻ മരുന്നെങ്ങാനും മാറിക്കൊടുത്ത് കിളവൻ ചത്തുപോയാ ശവാടക്കിന് നീ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ എന്ന് ഓർത്തപ്പോ വിളിച്ചതാ. എന്തായാലും തിരിച്ചു വരും. അത് ആരുടെയെങ്കിലും ശവമടക്കിനാണോ അതോ നിങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കാനാണോ എന്നുള്ളത് കണ്ടറിയാം. അതിന് നീയുണ്ടല്ലോ, ഇനി ഒരു ജന്മം കൂടി ജനിക്കണം. നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ മരുന്ന് പറഞ്ഞതാ. ഇല്ലെങ്കിൽ ഞാനിതെല്ലാം കൂടെ അവളുടെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇയാള് ചത്താലും ജീവിച്ചാലും എനിക്കൊരു പുല്ലുമില്ല. എന്റെ ഫോൺ റെക്കോർഡിങ്ങില്ല. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാളെ അച്ഛൻ എന്തെങ്കിലും പറ്റിയാ ഇത് കോടതിയിൽ കൊടുക്കാനുള്ള തെളിവാവും. നീ മര്യാദയ്ക്ക് അത് പറയുന്നുണ്ടോ? ആ കട്ടിലിന്റെ സൈഡ് ടേബിൾ ഡ്രോയില് ഞാനെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അത് നോക്കി എടുത്തു കൊടുത്താൽ മതി. ഓ ശരി. ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് കാണൂ? ആ, എന്തെങ്കിലും ആവട്ടെ.